ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം പരീക്ഷ എഴുതി നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ എല്ലാവിധ സംശയങ്ങൾക്കും ഉത്തരങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ വഴികാട്ടാൻ ഞങ്ങളുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനോടൊപ്പം തുടരുക. ഇപ്പോൾ ഒരുപാട് പേര് വിവിധങ്ങളായിട്ടുള്ള കമൻറ്റുകളിലൂടെ അവരുടെ റാങ്ക് പ്രഡിക്ഷനെ കുറിച്ച്, കോളേജ് സെലക്ഷനെ കുറിച്ച്, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ലൈവായിട്ട് തന്നെ എത്താനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് കമൻറ്റുകൾ ചെയ്യുമ്പോൾ പലതിനും ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പോൾ ഒരു ലൈവിൽ തന്നെ വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സംശയങ്ങൾ, നമുക്കൊരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ പോലെ തന്നെ നമുക്കൊരു ചെറിയ ലൈവ് നടത്താം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യാം. കാര്യത്തിലേക്ക് കിടക്കാം. എന്തായാലും ജൂൺ 10 എന്ന് പറയുന്ന ഗൂഗിളിൽ കാണുന്ന ഡേറ്റ് എന്തായാലും അസാധുവായിരിക്കുകയാണ്. ഏകദേശം നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും. നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്തായാലും ജൂൺ 10 വരുവാനുള്ള സാധ്യത ഇല്ല. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സാധ്യത പറഞ്ഞിരുന്നു. അതും നമ്മൾ അടുത്ത വീക്കിലാണ് പ്രെഡിക്റ്റും ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോഴിതാ നമ്മുടെ പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഡേറ്റ് 2 വരെയായിരുന്നു. പിന്നീട് ആ സബ്മിഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ കറക്ഷൻ ആയിട്ടുള്ള ആ പോർട്ടൽ ജൂൺ 10-ാം തീയതി 6 മണി വരെയാണ് ഇപ്പോൾ ആ സമയം തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ എൻട്രൻസ് കമ്മീഷണർ ആ ഒരു വെബ്സൈറ്റിലൂടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ചുകൂടി സമയം എടുത്തുകൊണ്ട് ഏകദേശം ജൂൺ 15-18 അകത്ത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കീം 2025 നിങ്ങളെല്ലാവരും പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെന്റിനും ഒക്കെ കാത്തിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എന്നുള്ള വാർത്തയാണ്. അപ്പോൾ നിലവിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വ്യക്തമായിട്ടുള്ള ധാരണ, നമ്മുടെ വീഡിയോകൾ കണ്ട ഒരുപാട് പേർക്ക് മനസ്സിലാകും. ഇൻഡെക്സ് മാർക്ക് ആയിക്കോട്ടെ, ബാക്കി അത് എങ്ങനെ ആ ഒരു അലോട്ട്മെന്റിനെ സമീപിക്കണമെന്നതായിക്കോട്ടെ. നിങ്ങൾ ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നിങ്ങളുടെ കീം സ്കോറും ഉണ്ട്, നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അത് വെച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് അനുസരിച്ച് നിങ്ങളുടെ റാങ്ക് ഏകദേശം ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചേക്കുക. ഇനി ആ റാങ്ക് വരുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രഡിക്ഷൻ റാങ്കിനനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ ആ ഒരു കട്ട് ഓഫ് റാങ്കുകൾ നമുക്ക് ആ ഒരു പ്രത്യേകം ലിസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവതരിപ്പിച്ചതാണ്. എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന്. അതായത് ഓരോ കോളേജുകൾ, ആ കോളേജിനനുസരിച്ചുള്ള ഡിപ്പാർട്ട്മെന്റുകൾ കഴിഞ്ഞ വർഷം അവിടെ ഓരോ ഫേസിലും ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, അങ്ങനെ ഓരോ ഫേസിലും അവിടെ ആ ഒരു പർട്ടിക്കുലർ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയ ഏറ്റവും അവസാനത്തെ കുട്ടിയുടെ റാങ്ക്, അതായത് കട്ട് ഓഫ് റാങ്ക് എന്ന് പറയും, അത് ഉൾപ്പെടെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഈ റാങ്ക് വെച്ച്, ഈ ഒരു കീം മാർക്ക് വെച്ച്, ഈ ഒരു പ്ലസ് ടു മാർക്ക് വെച്ച് താൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു സ്ട്രീം കിട്ടുമോ എന്നുള്ള ഒരു ധാരണ ഉണ്ടാകും. എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരും റാങ്ക് ലിസ്റ്റ് വരട്ടെ. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ.